ചെറുകഥ അവൾ. രചന റീന കാഞ്ഞിരംകുളം. അവതരണം സിദ്ദീഖ് ഓമശ്ശേരി. ഗ്രാമത്തിൻ്റെ ഭംഗി വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു അവൾ ബാല്യം ആസ്വദിച്ചത്. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് സമൃദ്ധമായ പ്രകൃതിയുടെ പച്ച പട്ടുപുതച്ചു നിൽക്കുന്ന പാടത്തിൻ്റെ നടുക്കായിരുന്നു അവളുടെ വീട്. നീലാകാശവും കിളികളുടെ ശബ്ദവും അവൾക്ക് സുപരിചിതമായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പാടത്ത് പണിക്കായി പോവുകയും അസ്തമയം വരെ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന കർഷകനായിരുന്നു അവളുടെ അച്ഛൻ. മകളെ ഒത്തിരി ഇഷ്ടമായിരുന്ന ആ പിതാവ് മണ്ണിൻ്റെ ഗന്ധവും കർഷകൻ്റെ അധ്വാനവും കൃഷിയുടെ ഉപയോഗവും ഇടയ്ക്കിടെ അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒഴിവു സമയങ്ങളിൽ പാടത്തെ പണികളിൽ അച്ഛനെ അവൾ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ മകൾ വളർന്നു വലുതായി. എന്നിട്ടും അച്ഛന് കുട്ടിത്വം വിട്ടുമാറാത്ത കുഞ്ഞിനെ പോലെയായിരുന്നു അവൾ. അമ്മയില്ലാത്തതിൻ്റെ വിഷമം പോലും അറിയിക്കാതെയാണ് പിതാവ് അവളെ വളർത്തിയത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവൾക്ക് മത്സര പരീക്ഷകളിൽ 1-ാം സ്ഥാനമായിരുന്നു. അറിവിൻ്റെ ചവിട്ടിപ്പടികൾ ഓരോന്നോരോന്നായി കയറി. ഗ്രാമത്തിലെ പഠനം കഴിഞ്ഞ് പട്ടണത്തിലെ പഠനത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അച്ഛനെ പിരിയുന്ന വേദനയും അവളുടെ മനസ്സിൽ തളം കെട്ടി നിന്നു. പട്ടണത്തിലെ കാഴ്ചകൾ അവൾക്ക് പുതുമയുള്ളതായി തോന്നി. മിടുക്കിയായി പഠിച്ച അവൾക്ക് അവിടെയും ഉന്നത വിജയമായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു അധ്യാപികയായി അവൾക്ക് മാറാൻ കഴിഞ്ഞു. ഇന്ന് സ്കൂളിലെ മികച്ച അധ്യാപികയായി പിഞ്ചു ഹൃദയങ്ങളിൽ ഇടം നേടിയ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായി അവൾ മാറിക്കഴിഞ്ഞു.